ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്കൂൾ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അമ്മമാരും കുട്ടികളൊക്കെ സ്കൂൾ ബാഗ് മേടിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. പല മോഡലിലും നിറങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ബാഗുകൾ ഇന്ന് വിപണിയിലുണ്ട്. എല്ലാ സൂപ്പർ ക്യാരക്ടേഴ്സും കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തെ ബാഗുകളിൽ. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്പൈഡർമാൻ, ഡോറ അതുപോലെയുള്ള ക്യാരക്ടേഴ്സാണ് ആവശ്യം. പെപ്പ പിഗ് അങ്ങനത്തെയൊക്കെ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ വിപണിയും വന്നിരിക്കുന്നത്. വിപണിയിൽ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ഒരു 300 രൂപ മേലേക്ക് നല്ല അടിപൊളി ബാഗുകളുണ്ട്. ഇനി അതൊന്നും ക്യാരക്ടേഴ്സും നിറങ്ങളൊന്നും താല്പര്യമില്ലാത്തവർക്ക് സാധാ നമ്മുടെ ലാപ്ടോപ്പ് ബാഗ് പോലെയുള്ള അങ്ങനത്തെ ബാഗുകളും ഉണ്ട്. അതും ഒരു 400 രൂപ മുതൽ മേലേക്കാണ്. അപ്പോൾ ഇവിടെ മകനും മകൾക്കും മോനും മോൾക്കും മേടിച്ചിട്ടുള്ള ബാഗുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് മോള് പ്ലേ സ്കൂളിലാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം, ബാർബി ഡോളും അതും ഇതൊക്കെ. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാഗാണിത്. 349 രൂപയാണ്. അത് ഓഫറിനാണ് 349, 500 സംതിങ് ആണ് അതിൻ്റെ വില എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇത് മോനുള്ളതാണ്. മോൻ ഇനി 3-ലോട്ടാണ്. അപ്പോൾ അവന് അധികം ക്യാരക്ടേഴ്സും കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ അവന് ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് ബാഗ് പോലത്തെ ബാഗാണ് മേടിച്ചത്. പിന്നെ ബാഗുകൾ മേടിക്കുമ്പോൾ കനം കുറഞ്ഞ ബാഗുകൾ മേടിക്കാൻ ശ്രമിക്കുക. നല്ല സ്റ്റിച്ചിങ്ങുള്ള കനം കുറഞ്ഞ ബാഗുകൾ, അല്ലെങ്കിൽ ബാഗിൻ്റെ കനം തന്നെ ഉണ്ടാവും അവർക്ക് തൂക്കി നടക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ബുക്കുകളും കൂടി വരുമ്പോൾ ഒരുപാട് കനമാവും. പിന്നെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് എത്ര ബുക്കുകൾ കൊണ്ടുപോകണം, നടന്നാണോ പോകുന്നത്, വണ്ടിയിലാണോ പോകുന്നത്, അതിനൊക്കെയുള്ള അനുസരിച്ച് ബാഗുകൾ സെലക്ട് ചെയ്യുക. അല്ലാതെ കുറേ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ കുറേ കള്ളികളുള്ള ബാഗുകൾ അങ്ങനെ നോക്കി വാങ്ങുന്നതിനേക്കാൾ എന്താണോ ഓരോരുത്തരുടെ ആവശ്യം അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്താണോ പ്രയോറിറ്റി അതിനനുസരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഈ 3 മെയിനായിട്ട് വെക്കേണ്ടത്. പിന്നെ ബുക്സും. അപ്പോൾ 3 വലിയ കള്ളികളും പിന്നെ ഒരു ചെറിയ ഒരു കള്ളി, പിന്നെ അപ്പുറത്തും ബോട്ടിൽസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുമാണ്. പിന്നെ സ്ട്രാപ്പ് നല്ല സ്ട്രോങ് ആണോ എന്ന് നോക്കുക. പിന്നെ ചില ബാഗുകൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ബാഗിൻ്റെ പോലെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു ചെയിനും കൂടി ഒരു ബെൽറ്റും കൂടി വരും. അതുള്ളത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവനെ ഓൾറെഡി നമ്മുടെ വളരെ അടുത്താണ് സ്കൂൾ, അപ്പോൾ അതുകൊണ്ട് അത്രയും ഇട്ട് നടക്കേണ്ടി വരില്ല. ഇതായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ബാഗ്. ഈ ബാഗ് ഒരു അട്ടർ ഫ്ലോപ്പായിരുന്നു. ഇത് ഭയങ്കര കനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബുക്കുകളൊന്നും ഇട്ടില്ലെങ്കിൽ തന്നെ അത്യാവശ്യം വെയിറ്റ് കൂട്ടി താങ്ങേണ്ടി വന്നിരുന്നു. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴേക്കും പിന്നീട് ഒരു പഴയ ബാഗാണ് യൂസ് ചെയ്തത്. ഈ ബാഗ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല വിലയുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ ആ ബാഗിൻ്റെ കനം വളരെ വലുതായിരുന്നു. വലിയ കുട്ടികൾക്ക് ആ ബാഗ് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് ആവശ്യവും ഓരോരുത്തർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ബാഗ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ബാഗുകൾ വാങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.